ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്കൂൾ ട്രിപ്പിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ്ങിൽ ഹിയോക്കിയും വദറായും ഒരേ ബെഡിൽ കിടന്നുറങ്ങുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് എൻഡായിട്ടുണ്ടായിരുന്നത് ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് അത് തന്നെയാണ് കാണിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. രാവിലെ ഒരു 4:30 ആവുന്ന ടൈമിന് ഹിയോക്കി ആണെങ്കിൽ അവൻ്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും വദറായി നല്ല ഉറക്കമായിരുന്നു. ഹിയോക്കി ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാനേ നിൽക്കുന്ന സമയത്ത് വദറായി അവൻ്റെ ഉറക്കത്തിൽ ഹിയോക്കിയുടെ പേര് പറയുന്നുണ്ട്. ഹിയോക്കിനെ പെട്ടെന്ന് ഹഗ് ചെയ്ത് അടുത്തേക്ക് ക്ലോസ് ആയി കിടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഹിയോക്കി ആണെങ്കിൽ ഇപ്പം ഞാൻ നീങ്ങി മാറിക്കഴിഞ്ഞാൽ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും ഇറങ്ങിക്കൊണ്ടാതിരിക്കുകയാണ്. ഹിയോക്കിക്ക് ഓൾറെഡി നല്ലതുപോലെ തണുക്കുന്നുണ്ടായിരുന്നു. വദറായി ഇങ്ങനെ ക്ലോസ് ആയി പിടിച്ച് കിടത്തിയപ്പോഴാണ് ഇത്തിരി ഒന്ന് അവന് തണുപ്പ് കുറഞ്ഞിട്ടത്. അതുകൊണ്ട് ഹിയോക്കി വിചാരിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ തന്നെ അവൻ്റെ അടുത്ത് ക്ലോസ് ആയി കിടക്കാം, എന്നിട്ട് അങ്ങ് നീങ്ങി മാറാം, എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനും ഇങ്ങനെ വദറായി ഹഗ് ചെയ്ത രീതി തന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും ഹിയോക്കി ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. നോക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ഓൾറെഡി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പല്ലൊക്കെ തേച്ച് അവരാണെങ്കിൽ അവർ മുടിയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഹിയോക്കിയും അങ്ങനെ ഫ്രഷ് ആവാനായിട്ട് അവൻ്റെ സാധനങ്ങൾ ബാഗിൽ നിന്ന് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആലോചിച്ചത്, അയ്യോ ഞാനാണെങ്കിൽ ലാസ്റ്റ് എഴുന്നേറ്റപ്പോൾ വദറായിനെ ഹഗ് ചെയ്തല്ലേ കിടന്നുറങ്ങിയത്. വദറായി രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകോ, അവൻ്റെ മുഖം കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, മേ ബി പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ ഇവനിങ്ങനെ സ്വയം മനസ്സിൽ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഫ്രഷ് ആവാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം അവിടെ ഇരുന്നിട്ട് ഹോത്തേക്ക് പറയുന്നുണ്ട്, 7 മണിയായപ്പോൾ തന്നെ നീ എഴുന്നേറ്റ് ഞങ്ങളുടെ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി ഞങ്ങളുടെ ഉറക്കം കളഞ്ഞു, എന്നാൽ ഹിയോക്കിയുടെ അടുത്ത് മാത്രം നീ ഭയങ്കര സ്നേഹമായിട്ടാണല്ലോ പെരുമാറുന്നതെന്ന്. ഇതെല്ലാം വദറായിയുടെ അടുത്താണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. വദറായാണെങ്കിൽ 7 മണിയായപ്പോഴേ അലാറം അടിച്ചപ്പോഴത്തേക്കും ഉണർന്നിട്ട് ഹിയോക്കിനെ ഒഴിച്ച് ബാക്കി എല്ലാവരും എഴുന്നേൽപ്പിച്ചത്. ആ ടൈമിന് വദറായും ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഇത് നമ്മളെയും കാണിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, വദറായി ഉറക്കം എണീക്കുന്ന ടൈമിനും അവൻ ഹിയോക്കിനെ ഇങ്ങനെ ഹഗ് ചെയ്ത് ചേർത്ത് വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു രണ്ടുപേരും കിടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഹിയോക്കിയും ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇന്ന് നമ്മൾ ഏത് സ്ഥലമാണ് കാണാൻ പോകുന്നതെന്നൊക്കെ മോറിസാക്കിയൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹോത്തയാണെങ്കിൽ ഇന്ന് നമ്മൾ മറ്റേ അമ്പലം കാണാനല്ലേ പോകുന്നത്, പിന്നെ നമ്മൾ ഇന്ന് കിമോണോ ഇടുകയും ചെയ്യുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ കിമോണോ എന്ന് പറയുന്നത് ജാപ്പനീസുകാരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ എങ്കിൽ പിന്നെ ഇന്ന് ഹെയർ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം പോകാനെന്നൊക്കെ പറയുന്നുണ്ട്. ഹിയോക്കിയുടെ മുടി അടിപൊളിയാക്കി കൊടുക്കാമെന്ന് വദറായി പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഹിയോക്കിയുടെ ഹെയർ വദറായി തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു കാണേണ്ട സ്ഥലത്ത് എത്തുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരും പോയിട്ട് അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവർ ഓരോ കിമോണോ സെലക്ട് ചെയ്തൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ഫസ്റ്റ് വന്നത് ഹിയോക്കിയാണ്. അങ്ങനെ ഹിയോക്കി ബാക്കി 4 പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും അവർ 4 പേര് ഒരുമിച്ച് വരുന്നുണ്ട്. അതും അവരുടെ സ്കൂളിൽ തന്നെ ഏറ്റവും പോപ്പുലർ ഗ്രൂപ്പാണെന്ന് എന്തുകൊണ്ടാണെന്ന് ഹിയോക്കിക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ദൂരെ നിന്ന് വരുമ്പോഴേ 4 പേരെയും കാണാൻ ഭയങ്കര ഹാൻഡ്സമാണ്. അത് അവൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഹിയോക്കിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഹിയോക്കിയുടെ കിമോണയും കാണാൻ നല്ല രസമുണ്ട്, അതെല്ലാം മാച്ച് ആകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും തന്നെ ആ ഓരോ സ്ഥലങ്ങളെല്ലാം കറങ്ങി നടക്കുന്നുണ്ട്. ഓരോരുത്തരുമ്പോഴത്തേക്കും ഒരുമിച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോഴായപ്പോലും ഹിയോക്കിയുടെ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കുന്നെങ്കിൽ അതൊക്കെ തുടച്ചെടുക്കുന്നത് വദറായിയാണ്. അതിനുശേഷം അവിടെയാണെങ്കിൽ ഈ തിരിയൊക്കെ കത്തിച്ചിടാനായിട്ടൊരു സ്ഥലമുണ്ട്, അതൊരു അമ്പലം ആയതുകൊണ്ട് തന്നെ അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇങ്ങനെ ഫോർച്യൂണൊക്കെ എടുത്തിട്ട് ആർക്കാണ് ഏറ്റവും നല്ല ലക്കുള്ളത് എന്നൊക്കെ നോക്കാനൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നക്കാസത്തോ പറയുന്നുണ്ട് നമുക്കത് എടുക്കാം, ഒരു കാര്യം ചെയ്യാം, അതിൽ നമുക്കൊരു ചലഞ്ചാക്കി മാറ്റിയിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലക്കുള്ളതെന്ന് നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ റാൻഡമായിട്ട് ഓരോരുത്തരോരോ പേപ്പർ എടുക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും തന്നെ ലക്കില്ലാത്തത് നമ്മുടെ ഹിയോക്കിക്കായിരുന്നു. എന്നാൽ ഭയങ്കര ലക്കെന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ആർക്കും കിട്ടിയതുമില്ല. എല്ലാവർക്കും ഒരു മോഡറേറ്റ് ലെവലിലാണ് ലക്കെന്നും പറഞ്ഞിട്ടുള്ള പേപ്പേഴ്സൊക്കെയാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ തന്നെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓരോരോ സെൻറ്റൻസുകളും അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഹിയോക്കിയുടെ പേപ്പറിൽ എഴുതിയിരുന്നത് നീ കാത്തിരിക്കുന്ന വ്യക്തി നിൻ്റെ അടുത്തേക്ക് വരുമെന്നായിരുന്നു. വദറായാണെങ്കിൽ അവൻ്റെ പേപ്പർ നോക്കിയിട്ട് ഹിയോക്കിയുടെ അടുത്ത് നിൻ്റെ നിങ്ങൾ നോക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഹിയോക്കിയുടെ പേപ്പർ കൊടുക്കുന്നുണ്ട്. വദറായാണെങ്കിൽ അവൻ്റെത് ഹിയോക്കിക്ക് നോക്കാനും കൊടുക്കുന്നുണ്ട്. വദറായി ഹിയോക്കിയുടെ പേപ്പർ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നീ കാത്തിരിക്കുന്ന വ്യക്തി നിനക്ക് വേണ്ടി വരുമെന്ന് ഇങ്ങനെ പറയുന്നത് കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ കുറച്ച് ജലസ് ആവുന്നുണ്ട്. അതേ ടൈമിൽ വദറായുടെ പേപ്പറിൻ്റെ അകത്ത് എഴുതിയിരുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നായിരുന്നു. അത് ഹിയോക്കി വായിക്കുന്നുണ്ട്. ആ ടൈമിൽ 2 പെൺകുട്ടികൾ വന്നിട്ട് വദറായുടെ ഫ്രണ്ട്സിൻ്റെയും കൂടെ ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഹിയോക്കിയാണെങ്കിൽ മാറി ഇന്ന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഫോട്ടോ എടുക്കാൻ അവസരം കൊടുത്തതാണ്. എന്നാൽ പിന്നീട് കാണുന്നത് അവിടെ ഒരു വലിയ ക്യൂ തന്നെ നിൽക്കുന്നതാണ്. അങ്ങനെ കുറേ നേരം ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ നിന്ന് സമയം പോകുന്നുണ്ട്. ആ സമയം ഹിയോക്കിയുടെ കൂടെ പഠിച്ച മുമ്പത്തെ എപ്പിസോഡിൽ ഹിയോക്കി ആണെങ്കിൽ താനുമായിട്ട് ഡേറ്റിംഗ് ആണെന്ന് പറഞ്ഞ് റൂമർ വന്നെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ആ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരാണ്. അവളുടെ പേര് അന്ന എന്നാണ്. ഇവളിപ്പോൾ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ അവനെ ഇപ്പോൾ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഹിയോക്കി എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇവളിങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നത് വദറായി ശ്രദ്ധിച്ചിട്ട് ജലസായിട്ട് ഒന്നേ തന്നെ ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ട് ഇവൻ നേരെ ഹിയോക്കിയുടെ അടുത്തേക്ക് വരാണ്. വദറായുടെ ലുക്ക് കാണുമ്പോൾ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ എൻ്റെ ദൈവം ഇത്രയും ലുക്കുള്ള ചെക്കന്മാരൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവളിങ്ങനെ അങ്ങ് സ്വപ്നലോകത്തായിട്ട് നിൽക്കുകയാണ്. ആ സമയം തന്നെ ബാക്കി 3 പേരും, അതായത് ഹോത്തയും നക്കാസത്തും മോറിസാക്കിയും കൂടെ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരെ ലുക്കും കാണുമ്പോൾ ഇവളാണെങ്കിൽ എൻ്റെ ദൈവമേ ഇതുപോലെ ലുക്കുള്ള ചെക്കന്മാരെ ഫെസ്റ്റിവലും എല്ലാം ഇവിടെ നടക്കുന്നതെന്ന് ഇങ്ങനെ സ്വയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയം ഹോത്തയ്ക്കും അന്നേനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ് ഹോത്തയും ഇവരുടെ കൂടെ മുമ്പ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഇപ്പോൾ ഹോത്തേനെ മനസ്സിലാക്കുമ്പോഴത്തേക്കും അന്ന ചോദിക്കുന്നുണ്ട്, അല്ല ഹോത്തയും ഹിയോക്കിയും ഭയങ്കര ക്ലോസ് ആണെന്ന്.
ഹോത്ത ഇപ്പോൾ നേരത്തെ അല്ലായിരുന്നു, എന്നാൽ ഈ ട്രിപ്പിൻ്റെ ടൈമായപ്പോൾ ഞങ്ങൾ ക്ലോസ് ആയതാണെന്ന് പറയുന്നുണ്ട്. എന്നെ ഇപ്പോൾ ഹിയോക്കിനെ പിടിച്ച് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീയാണെങ്കിൽ ഈ ചെക്കന്മാരുടെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് പറഞ്ഞാൽ എന്താ ഇവിടെ നടക്കുന്നതെന്നൊക്കെ. ആ സമയം ഹിയോക്കിക്ക് മനസ്സിൽ അവളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്, അവളും കൂടി ഇതിനകത്ത് കയറണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. ഹിയോക്കി അന്നേരം അടുത്ത് ഞങ്ങൾക്ക് പോകാൻ ടൈമായി, ഞാൻ നിനക്ക് പിന്നെ മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെയും വിളിച്ചുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവരാണെങ്കിൽ അവിടെയുള്ള സ്പെഷ്യൽ സ്വീറ്റ്സ് എല്ലാം ഒരു കടയിൽ പോയിട്ട് കഴിച്ചു നോക്കുന്നതാണ്. ഓരോരുത്തരും ഓരോ സ്വീറ്റ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമെന്നുള്ളതൊക്കെ വാങ്ങുന്നുണ്ട്. ഹിയോക്കിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നാക്സ് ഒക്കെ വാങ്ങുന്നത്. അങ്ങനെ ഇവർ തിരിച്ച് നടന്നു പോകുന്ന ടൈമിൽ ഹിയോക്കിയുടെ അടുത്ത് അവർ ചോദിക്കുന്നൊക്കെ ഉണ്ട്, ഇത്രയും വാങ്ങിച്ചോ എന്നൊക്കെ. ആ ടൈമിൽ ഹിയോക്കി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു പോകുന്ന ടൈമിന് ഇവർക്കിനി അങ്ങോട്ടേക്ക് പറഞ്ഞ ടൈമിന് തിരിച്ചെത്താൻ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നടന്നു പോകണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നഗാസാത്തോണെങ്കിൽ എനിക്കിത് നടക്കാനേ വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടി ഹിയോക്കിയുടെ കൈ പിടിക്കുകയാണ്. ഇത് കണ്ടിട്ട് വദറായാണെങ്കിൽ ഹിയോക്കിയുടെ അടുത്ത കൈ പിടിക്കുന്നുണ്ട്. നഗാസാട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 5 പേർക്കും കൈ പിടിച്ച് നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചുകൊണ്ട് അവർ ഹാപ്പിയായിട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവർ ട്രിപ്പ് എൻഡായി. ഇപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് ബസ്സിൽ കയറി പോകാനായി നിൽക്കുകയാണ്. ആ സമയം ഓരോ പിള്ളേരായിട്ട് ഇങ്ങനെ കയറുന്ന ടൈമിന് ഹിയോക്കി അവിടെ ഒരു ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ആ ടൈമിന് വദറായി വന്നിരുന്നിട്ട് എന്ത് പറ്റി, ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഈ ട്രിപ്പ് ശരിക്കും അടിപൊളിയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. വദറായി അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. എന്നിട്ട് ഹിയോക്കിയോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ അമ്പലത്തിൽ പോയ ടൈമിന് നിന്റെ ഫ്രണ്ടായിട്ടുള്ളൊരു പെൺകുട്ടീനെ കണ്ടില്ലേ, നീയോ അവളും ക്ലോസ് ആണോ എന്ന്. ആ ടൈമിന് ഹിയോക്കി അന്നേരാരില്ലേ നീ ചോദിക്കുന്നത്, അന്നേം ഞാനും മുമ്പ് ക്ലോസ് ആയിരുന്നു, എന്നാൽ സ്കൂൾ മാറിയതിന് ശേഷം ഞങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഒന്നും ഇല്ല, അല്ല എന്ത് പറ്റി ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കാനായിട്ട് എന്നിങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട്. ആ സമയം വദറായാണെങ്കിൽ അത് പിന്നെ അത് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനതങ്ങനെ ഒഴിവാക്കി വിടുന്നുണ്ട്. ആ ടൈമിനാണ് ഹിയോക്കി ഒരു കാര്യം ആലോചിച്ചിട്ട് പെട്ടെന്ന് അവൻ്റെ ബാഗിൽ നിന്ന് ഒരു കുഞ്ഞ് കവർ എടുക്കുന്നത്. എന്നിട്ട് അത് വദറാക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവനോട് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ അതൊരു പൂച്ചക്കുട്ടിയുടെ കീ ചെയിൻ പോലത്തെ സംഭവമായിരുന്നു. അപ്പോൾ വദറായി ചോദിക്കുന്നുണ്ട്, അല്ല ഇത് എന്ത് പറ്റി എനിക്ക് വാങ്ങിച്ചു തരാനായിട്ടെന്ന്. ആ സമയം ഹിയോക്കി പറയാണ്, അതുപോലെ ഈ ട്രിപ്പിൽ ഈ ഒരു 3 ദിവസം മൊത്തം നീ എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ തിരിച്ചെന്തെങ്കിലും വാങ്ങിച്ച് തരണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു തന്നെയാണ്. ഇനിയിപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ നിൻ്റെ അനിയന് കൊടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വദറായി ഉടനെ തന്നെ ഇല്ല പറ്റില്ല, ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവനതങ്ങ് എടുത്ത് വെക്കുന്നുണ്ട്. ആ സമയം ടീച്ചർ വന്ന് വണ്ടി കയറാനായിട്ട് ഇവരെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവരോട് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നടക്കുന്ന ടൈമിന് മറ്റുള്ളവർ ബ്രോ എന്നാണ് വദറായിനെ വിളിക്കുന്നത്. അതുപോലെ ഹിയോക്കിയും വിളിക്കുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ഹിയോക്കി ഇങ്ങനെ മാറ്റി വിളിച്ചപ്പോൾ വദറായി ഇങ്ങനെ ഷോക്കായി നോക്കി നിൽക്കുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ അല്ല എല്ലാവരും വിളിച്ചോണ്ടെങ്കിൽ വിളിച്ചതേ ഉള്ളൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീ എൻ്റെ ഫസ്റ്റ് നെയിം വെച്ച് വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് നെയിം വദറായി എന്നല്ല, മറ്റൊരു പേരുണ്ട്, അപ്പോൾ ആ പേരിൽ ഹിയോക്കി അവനെ വിളിക്കുകയാണ്. എന്നാൽ അതൊന്നും മാച്ച് ആവാത്ത പോലെ തോന്നുകൊണ്ട് തന്നെ നീ എന്നെ വദറായി തന്നെ വിളിച്ചാൽ മതി എന്ന് ഹിയോക്കിയോട് വീണ്ടും പറയാണ്. അതിനുശേഷം പിന്നീട് ഇവർ തിരിച്ച് ഇവരുടെ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓരോരുത്തരും അവരുടെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് അവർ വീടുകളിലേക്ക് പോവാണ്. ആ സമയം മോറിസാക്കിയും നഗാസാട്ടോ എല്ലാം തന്നെ വേറെ വഴിക്കാണ് പോകുന്നത്. അങ്ങനെ ഹിയോക്കിയുടെ എല്ലാവരും തന്നെ ബായി പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. ഹിയോക്കിയും ഹോത്തയും ഒരു വഴിക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഹോത്ത ചോദിക്കുന്നുണ്ട്, നീ നേരെ നിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നതെന്നൊക്കെ. ഹിയോക്കി അപ്പോൾ എൻ്റെ ചേച്ചി എന്നെ പിക്ക് ചെയ്യാൻ വരും, അതുകൊണ്ടാണെങ്കിൽ ഇതുവഴി പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹിയോക്കി ഹോത്തയുടെ അടുത്ത് ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് എന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്തില്ലേ, താങ്ക് യു സോ മച്ച്, എനിക്ക് അതുകൊണ്ടാണ് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. ഹോത്ത അപ്പോൾ നീയും നമ്മളോട് ജോയിൻ ചെയ്തില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷേ ആക്ച്വലി നിന്നെ ഇൻവൈറ്റ് ചെയ്തത് ഞാനല്ല, വദറായി ആണെന്ന് പറഞ്ഞിട്ട് വദറായിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വദറായി ആണെങ്കിൽ ഹിയോക്കിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവനെയും വെയിറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വദറായും ഹിയോക്കിയും കൂടെ ആയിട്ട് അവിടെ ഉള്ളൊരു പാർക്കിൻ്റെ ഏരിയയിലേക്ക് പോവാണ്. നടന്നു പോകുന്ന ടൈമിന് വദറായി ആണെങ്കിൽ ഹിയോക്കിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മൾ ട്രിപ്പിന് പോയ ഫസ്റ്റ് ഡേ നിന്റെ ലെൻസ് കളഞ്ഞു പോയപ്പോൾ റൂമിൽ ചെന്ന് കണ്ണാടി നമ്മൾ എടുത്തില്ലേ, ആ ടൈമിൽ നീ തട്ടി വീഴുകയും എൻ്റെ അടുത്താണെങ്കിൽ അങ്ങനെ വന്ന് എൻ്റെ പുറത്തോട്ട് വീണേന് എന്ത് വേണോ ചെയ്തു തരാം, ഐ എം സോറി എന്നൊക്കെ നീ പറഞ്ഞില്ലേ, അക്കാര്യം നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഹിയോക്കി ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ എനിക്ക് വേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോൾ ചോദിച്ചോട്ടെ എന്നിങ്ങനെ പറയാണ്. ആ സമയം ഹിയോക്കി ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ ഒരു ബെഞ്ചിൽ സംസാരിക്കാനായിട്ട് ഇരിക്കുകയാണ്. ആ സമയം വദറായി പറയുന്നുണ്ട്, ആക്ച്വലി ട്രിപ്പിലേക്ക് നിന്നെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഞാനായിരുന്നു, അതിന് കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു, നീ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് കണ്ടിട്ടുള്ളത്, പിന്നെ നമ്മൾ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ ഹിയോക്കി ആണെങ്കിൽ അവൻ്റെ മനസ്സിൽ അല്ല നീ എന്താ ഇതൊക്കെ ഇപ്പോൾ എന്നോട് ഇങ്ങനെ പറയാൻ നിൽക്കുന്നത് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ സമയം വദറായി പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിന്നെ ട്രിപ്പിലേക്ക് നമ്മളോട് ഇൻവൈറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആദ്യം നിന്നെക്കുറിച്ച് കുറച്ച് ബെറ്ററായിട്ട് അറിയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഈ 3 ദിവസത്തിനുള്ളിൽ നിന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയപ്പോഴത്തേക്കും നിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് മാത്രമല്ല നീ എൻ്റെ എന്നിങ്ങനെ അവൻ പറയുന്നുണ്ട്. ആ ടൈമിന് അവൻ ബാക്കി പറയുന്നതിന് മുന്നേ തന്നെ ഹിയോക്കി മനസ്സിൽ ഇവനെങ്ങാനും ഇഷ്ടം തുറന്നു പറയാൻ പോവുകയാണോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ടുവരുന്നവരെ ബൈ.